വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള മോഹനനും ഭാസ്കരനും തമ്മിലുള്ള ഒരു ഹോസ്പിറ്റൽ കോൺവെർസേഷൻ നമ്മൾ കാണുന്നുണ്ട്. ആ സീനിൽ എന്തുകൊണ്ടാണ് അവർ രണ്ടുപേരും ഒരു ചന്ദനമരത്തെക്കുറിച്ച് അത്രയ്ക്ക് വാശി പിടിച്ചത് എന്ന് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സീനിൽ ഷമ്മി തിലകന്റെ പെർഫോമൻസ് ഗംഭീരമാണ്. പുള്ളിയുടെ കാലിബറിനോട് സിനിമയുടെ ബാക്കി ഭാഗത്തെ തിരക്കഥ വലിയൊരു അനീതി ചെയ്ത പോലെയുള്ള ഒരു ഫീലായിരുന്നു അത് കണ്ടപ്പോൾ തോന്നിയത്. കൊടുത്തിട്ടുള്ള ബിൽഡപ്പുകളൊന്നും നേരെ മര്യാദയ്ക്ക് ലാൻഡ് ചെയ്യാതെ അമിതമായിട്ട് കോമിക്കലായിട്ടോ മാസ് മൊമെന്റുകളിലേക്കോ ഫോക്കസ് ചെയ്യുന്ന വിലായത്ത് ബുദ്ധയ്ക്ക് പ്രേക്ഷകരിൽ അതിലെ പ്രധാന കഥാപാത്രങ്ങളോട് ഒരു ഇമോഷണൽ കണക്ട് സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. മറയൂരിന്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. പ്രധാന കഥാപാത്രമായ ഡബിൾ മോഹനൻ ഒരു ചെറിയ പുഷ്പയാണ്. വനം വകുപ്പിന്റെ നോട്ടമുള്ള ചന്ദന മരങ്ങൾ നൈസായിട്ട് മോഹനൻ അവിടെ നിന്ന് കടത്താറുണ്ട്. കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് ഭാസ്കരൻ മാഷ്. അധ്യാപകനായിരുന്ന പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റായ ഭാസ്കരൻ തനിക്കുണ്ടായ ഒരു വളരെ മോശപ്പെട്ട അനുഭവം കാരണം രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി. ഭാസ്കരനും മോഹനനും ജീവിതത്തിൽ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അവരുടെ ലക്ഷ്യങ്ങളുടെ നടുവിൽ ഒരു ചന്ദനമരം വരുന്നത് മുതൽ ഉണ്ടാകുന്ന തർക്കങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഇതിന്റെ പുസ്തക രൂപത്തിലുള്ള കഥ ഞാൻ വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബുക്കും സിനിമയും തമ്മിലുള്ള ഒരു താരതമ്യം ആയിരിക്കില്ല ഈ റിവ്യൂ. GR ഇന്ദുഗോപനോടൊപ്പം രാജേഷ് പിന്നാടൻ രചന നിർവഹിച്ചിട്ടുള്ള ഈ ജയൻ നമ്പ്യാർ സിനിമയിൽ മെയിൽ ഈഗോ തന്നെയാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫാക്ടർ. ഇതിലെ ക്യാരക്ടർ ഡിസൈനുകളും ക്യാരക്ടർ ആർക്കുകളും കാണുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് സിനിമക്കാർക്ക് ഈ കഥ സിനിമയാക്കാൻ ആഗ്രഹം തോന്നിയത് എന്നതിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. സിനിമകളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമാറ്റിക് ഡ്രാമ ഈ കഥയിലുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ഇതിൻ്റെ എഴുത്ത് വളരെ എപ്പിസോഡിക് സ്വഭാവത്തിലേക്ക് പോയി. ഭാസ്കരൻ മാഷ്ക്ക് സംഭവിച്ചത് ആദ്യം കാണിച്ചു തരും, പിന്നെ മോഹനന് സംഭവിച്ചത് നമുക്ക് കാണിച്ചു തരും. സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് കഥ പോവുകയും ഏറെക്കുറെ ഊഹിക്കാൻ പറ്റുന്ന രീതിയിൽ ബാക്കി ഭാഗം മുന്നോട്ട് പോവുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ എപ്പിസോഡ് സ്വഭാവത്തിലുള്ള നരേറ്റീവിൽ വല്ലാതെ സിനിമ ഇൻഡൾജ് ചെയ്യുന്നത് പോലെ തോന്നി. അതായത് ഭാസ്കരനോടും മോഹനനോടും ഒരു എമ്പതി തോന്നിയാലേ ഈ സിനിമയുടെ കഥ നമുക്ക് വർക്കാവുകയുള്ളൂ. പക്ഷേ ഭാസ്കരൻ മാഷിന്റെ ട്രാക്കിന് അമിതമായി കോമഡി സ്വഭാവവും മോഹനന്റെ ഭാഗത്തിന് ഒരു മാസ് ആക്ഷൻ ഹീറോ പരിവേഷവും കൊടുക്കുന്നത് കൊണ്ട് ഇവരെ രണ്ടുപേരെയും ഒരേ അനുകമ്പയോടെ കാണാനുള്ള ഒരു സോണിലേക്ക് പോകാൻ പടത്തിന് പറ്റുന്നില്ല. സമാനമായ പ്രശ്നങ്ങളുള്ള കഥാപാത്രങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്നൊരു ഫീല് അയ്യപ്പനും കോശിയും പോലെ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുമായിരുന്നു. വിലായത്ത് ബുദ്ധയിലേക്ക് വരുമ്പോൾ ക്യാരക്ടറൈസേഷൻ ഭാഗം വീക്ക് ആയതുകൊണ്ട് ഒരുമാതിരി മീശമാധവനിലെ പിള്ളേച്ചൻ ലെവലിലുള്ള ഒരു കോമിക്കൽ വില്ലനോടും ആക്ഷൻ ഹീറോ പരിവേഷമുള്ള നായകനോടും ഒരേ തരത്തിലുള്ള സഹാനുഭൂതി കാണിക്കാനാണ് പടം ആവശ്യപ്പെടുന്നത്. ഭാസ്കരൻ മാഷ് നേരിട്ട അപമാനത്തെയും മോഹനന്റെ ഉള്ളിലുള്ള വലിയൊരു ലക്ഷ്യത്തെയും വേണ്ട രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നില്ല. പല പല കാരണങ്ങളാൽ ഒരുപാട് ഷെഡ്യൂൾ ബ്രേക്കുകൾ നേരിട്ട ഒരു സിനിമയാണ് വിലായത്ത് ബുദ്ധ. അത് നമ്മൾക്ക് പൃഥ്വിരാജിന്റെ ലുക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാകും. ഏതാണ്ട് ഓരോ സീനിലും പുള്ളിയുടെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളും പ്രകടമായിട്ട് മാറുന്നുണ്ട്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ പല സ്ഥലത്തും കുറച്ച് ഓവർ ഡ്രമാറ്റിക് ആയിട്ട് ഡയലോഗ് പറയുന്ന പൃഥ്വിരാജ് ശൈലി കയറി വരുന്നുണ്ട്. ഒരുപക്ഷെ സച്ചിയെ മിസ് ചെയ്തത് ആ ഭാഗങ്ങളിലാണ്. അല്പം മാസ് പരിവേഷമുള്ള കഥാപാത്രങ്ങളിൽ ഏച്ചുകെട്ടാത്ത ഡയലോഗ് ഡെലിവറിയോടെ പൃഥ്വിരാജ് ഒരുപക്ഷെ അവസാനമായിട്ട് അഭിനയിച്ചത് അയ്യപ്പനും കോശിയിലുമാണ്. ഷമ്മി തിലകൻ തന്നെയാണ് ഈ സിനിമയിലെ ബെസ്റ്റ് പെർഫോമർ. സംഭവം പുള്ളി സീനിന്റെ പിച്ച് നോക്കി അതിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ക്യാരക്ടറിന്റെ ഇമോഷൻ കാണിക്കുന്നതിൽ തിരക്കഥ തന്നെ ഒരു ഉഴപ്പൻ മട്ടിലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് കൊടുത്താലും നമുക്ക് ആ കഥാപാത്രത്തിനോട് സഹതാപം അത്രയ്ക്ക് തോന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഹോസ്പിറ്റൽ സീനിൽ പുള്ളി പെർഫോം ചെയ്തിട്ടുള്ള ഒരു രീതി കാണുമ്പോൾ അതുവരെ ആ കഥാപാത്രത്തെ ട്രീറ്റ് ചെയ്തത് പുള്ളിയോട് കാണിച്ചൊരു അനീതിയാണെന്ന് തോന്നിപ്പോകും. പ്രിയംവദ കൃഷ്ണൻ അവതരിപ്പിച്ചിട്ടുള്ള ചൈതന്യ എന്ന കഥാപാത്രം വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ പടത്തിന്റെ പോക്കിൽ ആ കഥാപാത്രത്തിനുള്ള പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ വേണ്ടത്ര സ്ക്രീൻ ടൈം പ്രിയംവദയ്ക്ക് ലഭിക്കുന്നില്ല. അനു മോഹൻ, TJ അരുണാചലം, ധ്രുവൻ, പ്രമോദ് വെളിയനാട് ഇവരൊക്കെയാണ് ഇതിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ. ആകെ മൊത്തത്തിൽ എങ്ങോട്ട് ഫോക്കസ് ചെയ്യണമെന്ന് കൺഫ്യൂഷനായി പോയ ഒരു സിനിമയാണ് വിലായത്ത് ബുദ്ധ എന്നാണ് തോന്നിയത്. രണ്ടാം പകുതിയിൽ ഒരു ഘട്ടത്തിൽ മോശം വിഷ്വൽ എഫക്ട്സിന്റെ സഹായത്തോടെ മോഹനന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്ന് സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ തുടക്കത്തിലെ കോമഡികളും അനാവശ്യ ബിൽഡപ്പുകളും എല്ലാം കാരണം ഈ ഒരു ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴേക്കും സിനിമയിലുള്ള നമ്മുടെ താല്പര്യം വളരെയധികം അവസാനിച്ചിട്ടുണ്ടാകും. ബുക്ക് വായിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ സിനിമ ഏത് രീതിയിലുള്ള അനുഭവമായിരുന്നു എന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമെന്ന് കരുതുന്നു. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്